ചെങ്ങായിമാരെ പുഴയിലിട്ടച്ച് വല എടുക്കുകയാണ്. വല ഇതാ മീൻ കുടുങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇട്ട് വെച്ചതായിരുന്നു. അങ്ങനെ അത്യാവശ്യം മീൻ വലയിൽ കുടുങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അടിപൊളി വീഡിയോ ആണ്. അത്യാവശ്യം മീനും കിട്ടുന്നുണ്ട്. വലിപ്പമുള്ള മീനുകളാണ് കിട്ടുന്നത്. അധികവും ചുണ്ടൻ എന്ന് പറഞ്ഞ മീനാണ് ഇത്. ലേശം കലക്കുള്ളതിനാൽ വലയിട്ടു. അപ്പോൾ മീനും കിട്ടുന്നുണ്ട്. കലക്കുള്ള സമയത്താണ് കൂടുതൽ മീൻ കിട്ടാറ്. ഇത് അറിഞ്ഞിൽ എന്ന് പറഞ്ഞ മീനാണ്. നല്ല ടേസ്റ്റാണ് പൊരിച്ച് കഴിക്കാൻ. കുറച്ച് മുള്ള് അധികം ഉണ്ട് ഇതിന് പുറം ഭാഗത്ത്. അപ്പോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിനെ മുള്ള് കൈക്ക് കുത്തും. വലിയ വലയാണ് ഇട്ടത്. 150 മീറ്ററോളം നീളമുണ്ട് വലയ്ക്ക്. ഇത് ചാലിയാർ പുഴയാണ്. കോഴിക്കോട് ജില്ലയിലെ മാവൂരിനടുത്തുള്ള ചാലിയാർ പുഴ. ഇത് ചുണ്ടനാണിത്. ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. നല്ല ജീവുണ്ട്. നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല ഭംഗിയുമുണ്ട് കാണാൻ. ഇപ്പോൾ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്കും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക, കമൻറ്റും ഇടുക കേട്ടോ. മുമ്പ് പുഴയിൽ നീന്താനും കുളിക്കാനുമൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ വരാറില്ല. പുഴയിൽ നീർനായയുടെ ശല്യം നന്നായിട്ടുണ്ട്. കുറേ ആളുകളെ അത് കടിച്ചു. അതുകൊണ്ട് പേടിയാണിപ്പോൾ ഇവിടെ വന്ന് നീന്താനൊക്കെ. വലയിടാനും വരാറുണ്ട്. അത് തോണിയുള്ളത് കൊണ്ട്. മീനുകൾ വലുത് മീനുകളാണ് അടിച്ചത്. ഇതൊക്കെ വലിയ കണ്ണി വലയാണ്. വലിയ കണ്ണിയാകുമ്പോൾ കുടുങ്ങുന്നത് വലിയ മീനുകളായിരിക്കും. ചുണ്ടൻ എന്ന് പറഞ്ഞ മീനാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. വലിയ വലയായതുകൊണ്ട് കുറച്ച് അധികം എടുക്കാനുണ്ട് വല. ഇടയ്ക്കൊക്കെ ഓരോ മീൻ കുടുങ്ങി കിടക്കുകയാണ് വലുത്. തോണിയിൽ മീൻപിടുത്തവും തോണി യാത്രകളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. ലൈക്കും ചെയ്യുക. ഞാനിടയ്ക്ക് ഒഴിവുള്ളപ്പോൾ വലയിടാൻ ഇവിടെ വരാറുണ്ട്. അങ്ങനെ അത്യാവശ്യം മീനും കിട്ടും. പിന്നെ ഒരു രസമാണ് മീൻപിടുത്തമൊക്കെ. ഒഴിവുള്ള സമയത്ത് ഇതൊക്കെയാണ് ഹോബികൾ. ഇത് പുതിയ വലയാണ് ഉണ്ടാക്കിയത്. ഇടുമ്പോഴൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മീൻ കിട്ടുന്നുണ്ട്. ഇതിന് വെയിറ്റായിട്ട് കൊടുത്തത് റോപ്പാണ്. അതുകൊണ്ട് വല എടുക്കാനും ഇടാനൊക്കെ നല്ല എളുപ്പമായ മാർഗ്ഗമാണിത്. ചുണ്ടൻ വീണ്ടും കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ചുണ്ടനാണ്. ചുണ്ടൻ മീൻ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് പറയുക. വാൽമേൽ നല്ല ചുവന്ന കൊടികൾ മാതിരി കളറൊക്കെ ഉണ്ട്. ചുവപ്പ് വാലാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയുള്ള മീനാണ്. നല്ല ടേസ്റ്റുമുണ്ട്. ഞങ്ങൾക്ക് ഇതിനെ കൂടുതലും പൊരിച്ച് കഴിക്കാറാണ് പതിവ്. വീണ്ടും അറിഞ്ഞൽ മീനാണിത്. അത്യാവശ്യം വലിപ്പമുള്ള അറിഞ്ഞൽ മീൻ കുടുങ്ങിയിട്ടുണ്ട്. ഇത് ചുണങ്ങ് ഇല്ലാത്ത മീനാണ്. അതുകൊണ്ട് എളുപ്പമായിട്ട് നന്നാക്കാനും കഴിയും ഇതിനെ. രാവിലെ ജോലിക്ക് മുമ്പ് വന്നതാണ് ഇവിടെ. അതിരാവിലെ വന്ന് വലയെടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകും. അങ്ങനെയാണ് ചെയ്യാറ്. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ പുഴയിലെത്തി. ഇപ്പോൾ സമയം 7 മണിയോളം ആയിട്ടുണ്ട്. ഒരു 8 മണീൻ്റെ ഉള്ളിൽ ഇവിടുന്ന് കര കയറും. മീനുകൾ നന്നായിട്ട് ജീവനുള്ളത് കൊണ്ട് ചാടി കളിക്കുന്നുണ്ട് തോണിയിൽ നിന്ന്. ഇപ്പോൾ ഇത്രയും മീനുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയുമുണ്ട് കുറച്ച് മീനുകളും കൂടി. വലിയ കണ്ണിയായത് കൊണ്ട് ഇടയ്ക്ക് മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. ഉള്ളത് വലിപ്പമുള്ളത് കൊണ്ട് കുഴപ്പമില്ല.
വീണ്ടും ചുണ്ടൻ മീൻ കുടുങ്ങിയിട്ടുണ്ട്. നല്ല പിടയ്ക്കണ മീനാണ്. മീനെ വലയിൽ കിട്ടുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. സ്വന്തമായിട്ട് വലയൊക്കെ ഉണ്ടാക്കി അത് വിട്ട് മീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയാണ്. രാവിലെ അധികം ഇളക്കമില്ലാതെ പുഴ ഇങ്ങനെ നിൽക്കും. അന്നപ്പോൾ തോണി തുഴയാനും നല്ല ഒരു രസം തന്നെയാണ്. വീണ്ടും ചുണ്ടനെ കിട്ടിയിട്ടുണ്ട്. ഈ മീനാണ് കൂടുതലായിട്ടും കാണുന്നത് വലയിൽ. പലതരം മീനുകളുമുണ്ട്. അത് സീസൺ മഴക്കാലം തുടങ്ങുമ്പോൾ നല്ല മീനുണ്ടാകും. പലതരം വെറൈറ്റി മീനുകളും വലയ്ക്ക് കുടുങ്ങും മഴക്കാലം തുടങ്ങുമ്പോൾ. ഇപ്പോൾ മഴ അവസാനിക്കുന്ന സമയമായതുകൊണ്ട് ഇത്തരം മീനുകളാണ് കിട്ടുന്നത്. വല ഏകദേശം കരയ്ക്ക് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടി എടുത്താൽ കഴിഞ്ഞു. ഇനി എന്താ മീനുണ്ടോ നോക്കാം. കര അടുപ്പിച്ച് മീൻ അധികം ഉണ്ടാവാറില്ല. കാരണം നീർനായയുടെ ശല്യമുള്ളത് കൊണ്ടാണ്. അത് വല കയറി മീൻ പിടിച്ചു പോകും. വല കുറച്ച് ചിലപ്പം കേടുവരുത്തിയാണ് അത് മീൻ പിടിക്കാറ്. കരയ്ക്കുള്ള മീനെല്ലാം അവർ പൊക്കി പോകും. അങ്ങനെ വലയെടുത്ത് വലയുടെ അവസാനം ഇതാ എത്തിയിട്ടുണ്ട്. ഒരു ചെടിയിൽ കെട്ടിയിട്ടതാണ്. തുടക്കം ഇവിടെ കെട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം ഒരു കല്ലിട്ട് താഴ്ത്തി വെക്കാറാണ് ചെയ്യാറ്. ലേശം ഒഴുക്കുള്ളത് കൊണ്ട് വല ഒലിച്ചു പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വലയെല്ലാം എടുത്ത് ഇനി കരയ്ക്കിലേക്ക് എത്തണം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള മീൻ എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കിതാ കിട്ടിയ മീൻ കവറിലാക്കി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എത്രയുണ്ടെന്ന് ഇത് ഒരു പാത്രത്തിൽ ചെരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇത്ര മീനാണ് കിട്ടിയത്. ചുണ്ടന്മാരാണ് കൂടുതലുമുള്ളത്. ഇതിനെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനുകളാണ് ഇതെല്ലാം. അങ്ങനെ ഇത്രയും മീനുകളാണ് വലയിട്ട് കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.